ഹായ് ഗായ്സ്. അപ്പോൾ ഇത് ഹൈദരാബാദിൽ വന്നിട്ടുള്ള എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഇപ്പോൾ ഇതെൻ്റെ കസിൻ ഗൗരി. ഇവിടെ നെയിം ധ്വനി എന്നാണ്, പക്ഷെ നമ്മളെല്ലാവരും ഗൗരി എന്നാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ ഞാനും ഇവളും കൂടെ ഇന്ന് ചെറിയതായിട്ടൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. വേറെ ഒന്നുമില്ല, ഇവിടെ അടുത്തൊരു ലേക്കുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. വഴി അറിയാമെന്നൊക്കെയാണ് വലിയ ഡയലോഗൊക്കെ ഇടിച്ചേക്കുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഞാനാണ് വണ്ടി ഓട്ടിക്കുന്നത്, നമ്മൾ 2 വീലറാണ് പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് എടുക്കാം ഗൈസ്. അപ്പം നമ്മൾ ഇവിടെ ലേക്കിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ പൊന്ന് ഗൈസ്, ഞാനിവിടെ ഈ ലേക്കിൽ 2ാമത്തെ തവണയാണ് വരുന്നത്. അപ്പം മുമ്പ് ഒരിക്കൽ ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആർക്കും ബെല്ലും ബ്രേക്കും ഇല്ല. ഏത് വഴിയാണ് വണ്ടി വരുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ റെഡിയാവാൻ കയറിയ ടൈമിൽ ഞാനിവിടെ 2 റൂമിലാണ് കയറിയത്. റൂമിൽ കയറി ഇറങ്ങിയത് 2ഉം ബ്ലാക്കും വൈറ്റ്. എങ്ങനെയാണ് മനപ്പൊരുത്തിയ ഗൈസ്. അപ്പം ഇതിനകത്തൂടെ നമുക്ക് അങ്ങ് അറ്റം വരെ ഇങ്ങനെ നടന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇങ്ങനെ വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇവിടെയൊക്കെ വന്നിങ്ങനെ ഇരിക്കും ഗൈസ്. ഇരുന്ന് കുറച്ച് നേരം സ്ട്രെസ്സൊക്കെ ഒന്ന് റിലീഫ് ചെയ്തിട്ട്. ഇവിടെ ഫിഷൊക്കെ വാങ്ങിക്കാൻ കിട്ടൂലേ? അതങ്ങ് താഴെയല്ലേ? ആ, ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് ഗൈസ്, കാണിച്ചു തരാം. വേറൊരു അമ്പലം കൂടെ ഉണ്ട് അകത്താ. അകത്തുള്ള അമ്പലം. ഓക്കെ ഗൈസ്, ഇവള് പറഞ്ഞ അമ്പലം ഇതാണ്. ഏതേ ഓടി അതറിഞ്ഞിട്ടത് എനിക്കറിയാം. അതാണ് ഞാൻ എന്റെ അടുത്ത് ഈ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചത്. ഏതോ ഒരു അമ്പലം അല്ലേ? തൊഴുതാൽ പോരെ? തൊഴുതാ മതി. എടി, ഈ പൂവിന്റെ പേര് എനിക്ക് അറിയായിരുന്നു, നാക്കിന്റെ തുമ്പത്തിരിക്കുന്നു. ഗൈസ്, ഈ പൂവിന്റെ പേര് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണം. എനിക്ക് അറിയായിരുന്നു, ഞാൻ മറന്നുപോയി. ഇവളങ്ങ് തള്ളിയിട്ടാലേ ഇവിടെ വേണ്ട, എനിക്ക് തിരിച്ച് വീട്ടിൽ പോണം. ഫുൾ ബിൽഡിങ്സ് ആണ് ഗൈസ്, കുറച്ചൊക്കെ കൺസ്ട്രക്ഷൻ നടക്കും. കൺസ്ട്രക്ഷൻ നടക്കുന്ന തരം ഞാൻ പറയാം. ഫുള്ള് ബിൽഡിങ്സ് ആണ്, കുറച്ചൊക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുവാണ്. ഇവിടെ മുൻപ് മൊത്തം വയലായിരുന്നു. ഓ, അത് നഗത്തി. ഓക്കെ ഓക്കെ. ഇവിടെ നിന്നാണ് മീൻ പിടിക്കുന്നത്. അങ്ങ് പോവല്ലേടി ഞാൻ. എന്നാലും ചേട്ടൻ സ്വപ്നവും കൂടെ കണ്ട്. മീനെ കാണാനില്ലല്ലോ. ആ, എന്തായാലും ഇവിടെ നിന്നാണ് മീൻ പിടിക്കുന്നതെന്ന് എനിക്കറിയാം. വൈകിട്ട് ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട് ഗൈസ്. ഇനി നമ്മൾ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യാൻ പോവുകയാണ്. എനിക്ക് ബേത്പൂരി കഴിക്കണമെന്ന് കുറച്ച് ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. എനിക്ക് ഉടുപ്പിയിൽ നിന്ന് കിട്ടിയൊന്നും പോരാ, എന്നിട്ടാണ് വീണ്ടും കഴിക്കാൻ പോകുന്നത്. അപ്പം എന്തായാലും കഴിക്കാം. എന്നുവെച്ചാൽ വല്ലപ്പോഴൊക്കെ അല്ലേ പറ്റുള്ളൂ ഗൈസ്. എന്തായാലും എനിക്കിനി സമയമുണ്ട്, വല്ലപ്പോഴും അല്ല. ഡെയിലി ആക്കിക്കോളൂ. വേണ്ട ഗൈസ്, ഞാൻ പറഞ്ഞവള് മുടി അഴിച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് പറയുന്നില്ല, അമ്മച്ചിമാരെ കണക്ക് ഇവിടെ കെട്ടി എല്ലാ പ്രാവശ്യം അവൾക്ക് ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ മാത്രമേ ഉള്ളൂ. എനിക്ക് ഐഷു പറഞ്ഞു തരുന്നതായിരിക്കും ഗൈസ്. അതെ, ഞാൻ ഇവളെ നന്നാക്കി എടുക്കാൻ തീരുമാനിച്ചു. മോനെ ഇതെന്തടി ഇങ്ങനെ? അതാണ് ഗൈസ് സായിബാബ ടെമ്പിൾ. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, ജസ്റ്റ് ഇവിടെ നിന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. പോസ് ചെയ്തെന്ന് ഒട്ടും മനസ്സിലായില്ലേ ഗൈസ്. നമ്മൾ പെട്ടു, ഒരു മുതുക്ക് പണി കിട്ടിയിട്ടുണ്ട്. വണ്ടിയുടെ കീ കൊണ്ട് കളഞ്ഞു ഗൈസ്, കളഞ്ഞു പോയി. കാരണം നമ്മൾ വണ്ടി ലോക്ക് ചെയ്തിട്ട് ഇവളെ കയ്യിൽ ഞാൻ കൊടുത്ത് ഇവള് പോക്കറ്റിൽ വിട്ടു. പക്ഷെ ഇപ്പൊ കീ കാണുന്നില്ല. എടി, നീ എന്തരി പേടിക്കല്ലേ, ഇവിടെ അടുത്ത് തന്നെ വിടും. പക്ഷെ വണ്ടി കൊണ്ടുപോണ്ടേ, നമുക്ക് നാട് വിട്ടാല താക്കോലില്ലാതെ വീട്ടിൽ ചെല്ലാൻ പറ്റൂല. ഫൈനലി നമുക്ക് കീ കിട്ടി. ഏതോ ഒരു നല്ല മനുഷ്യനെ അമ്പലത്തിന്റെ ഒരു തിട്ടയിൽ ഇങ്ങനെ കൊണ്ട് വെച്ചിരുന്നു ഗൈസ്. ജസ്റ്റ് ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് ആ കീ അവിടെ ഇരിക്കുന്നു. ഏതോ ഒരു നല്ല മനുഷ്യൻ കൊണ്ട് വെച്ചതാണ്. ആ കാണുന്നത് വളരെ വളരെ നന്ദി. അവർക്കത് മനസ്സിലാവും എന്തോ. ദിസ് കീ താങ്ക് യു. ഞാനിവള് 2 റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഗൈസ്. ഫൈനലി എന്തായാലും കിട്ടിയിട്ടുണ്ട്. സമാധാനം, ദൈവം കാത്ത്.
അപ്പൊ കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ മുന്നോട്ട് നടക്കുവാണ്. ഇനി നമ്മള് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നടന്ന് വയറൊക്കെ വേദനിക്കുന്നു. കിട്ടുമെന്ന് വിചാരിച്ചില്ല ഗൈസ്. കാരണം ഒന്നത് കുറച്ച് ഇരുട്ട് വീണ് തുടങ്ങി. ലൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ താഴെ ഈ പുല്ലിന്റെ ഇടയിലാണ് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. എന്തായാലും ഏതോ ഒരു നല്ല മനുഷ്യൻ. നമുക്ക് എന്തോ ഒരു ഗ്രഹപ്പഴം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞു ഈ ലെമൺ ഫ്ലേവർ ഗോലി സോഡ മതി എന്നേ. അവര് നോക്കി ഒരു ഗോലി സോഡ പൊട്ടി ഗൈസ്. ആ മാമന്റെ കൈ മുറിയാത്ത ഭാഗ്യം. പിന്നെ ലാസ്റ്റ് ഇത് എന്ത് ഫ്ലേവർ അടി? ബ്ലൂബെറി ആണോ അടി? ഇത് ബ്ലൂബെറി ഫ്ലേവർ ഇല്ലേ? എടി എന്താണ് വിട്ടാണ് ഇത്? മാജിക് ഗോലി സോഡയുടെ ഫ്ലേവർ. നെക്സ്റ്റ് നമ്മൾ ബേൽപൂരി വാങ്ങിക്കാൻ പോവാണ് ഗൈസ്. അയ്യോ നാരങ്ങ സോഡ ഉണ്ടായിരുന്നു അടി? നാരങ്ങ നീ പകുതി എന്റെ വയലൂർ തട്ട്. രണ്ട് സ്പൂൺ വെക്കാൻ പറയടി. സ്പൂൺ അവള് എടുത്തില്ലായിരുന്നു അന്നെങ്കിലും ഗൈസ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ഗൈസ് നമ്മൾ തിന്നാൻ പോവാണ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഘടകം തിന്നുക. ഇതെന്തെല്ലാം പൊലിഞ്ഞു പോണത്. ഇതൊക്കെയാണ് ഗൈസ്. ഗോലി സോഡ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ ബ്ലൂബെറി ഫ്ലേവർ ആയതുകൊണ്ട് ഇത് കൊള്ളാം. വരുന്നില്ലേ? വരുന്നില്ലേ? നമ്മൾ കോൺ വാങ്ങിച്ചിട്ടുണ്ട്. ബേൽപൂരി 2 സ്പൂൺ കഴിച്ചപ്പോഴത്തേക്ക് എന്തോ ഒരു സുഖമില്ലായ്മ തോന്നി. പിന്നെ റിസ്ക് എടുക്കാൻ പറ്റുന്ന ഞാനത് കഴിച്ചില്ല. ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓ നല്ല ചൂട്. ഇത് കൊള്ളാം. സ്വീറ്റും സോൾട്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. ചില്ലി പൗഡർ, സോൾട്ട്, സ്വീറ്റ്, ലെമണിൻ്റെ കുറച്ച് ജ്യൂസ് കൂടി. ഇത് കൊള്ളാം, ഇഷ്ടപ്പെട്ടു. മതി. വെന്ത് കൊള്ളാല്ലേ? അത് കൊള്ളാല്ലേ? അത്ര ഒരു ഇത് കിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിന്റെ എന്തോ ഒരു ചില്ലി പൗഡറിൽ വേറെന്തോ ഒരു സാധനം കൂടി ചേർത്തിട്ടുണ്ട് ഗൈസ്. അത് എന്തെന്നറിയാൻ വയ്യ. എന്തോന്നിന്റെ ഒരു ഫ്ലേവറിന്റെ ഒരു വ്യത്യാസം. എങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ മറ്റേ പൊരി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഫിഷ് ഇങ്ങനെ മുകളിൽ വന്ന് കഴിക്കും ഗൈസ്. ഇവിടെയൊക്കെ നല്ല സീനറിയാണ് ഗൈസ്. പക്ഷെ എന്ത് ചെയ്യാം, എല്ലായിടത്തും വേസ്റ്റ് ആണെന്നേ ഉള്ളൂ. ഇവിടെ ഒന്നും ഇരിക്കാൻ വയ്യ. നിറച്ച് കൊതുവാണ്. കൊതുകടി കൊണ്ടാണ് നമ്മൾ ഈ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നത്. നല്ല ഏരിയ ഉണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഒരു കരിക്ക് കുടിക്കാന്ന് വിചാരിച്ച് കരിക്ക് വാങ്ങിക്കാൻ വന്നതാണ്. നാരിയൽ കാ പാനി ഇങ്ങനെ ഉണ്ട്. ബഹുത് അച്ഛാ ഹൈ. ഇങ്ങനെയുണ്ട്. ആ എരി നല്ലോണം അങ്ങ് എരിഞ്ഞ് കത്തി വയറ് ദൂരിച്ച പാശ്വാസം. ഇവിടെ മിക്കവരും ഇങ്ങനെ കരിക്ക് തിന്നാൻ നിൽക്കൂല ഗൈസ്. അവർ കളയത്തേ ഉള്ളൂ. നമ്മളിനി ഇത് ഓപ്പൺ ചെയ്ത് തരാൻ പറഞ്ഞു. മറ്റേ ഗുളുഗുളായിരിക്കണ തിന്നാൻ നല്ല ടേസ്റ്റ് അല്ലേ? വീട്ടിൽ കൊണ്ടുപോകണം ചെയ്യാം. അതിന് ആറ്റിറ്റ്യൂഡ് ഇടുന്നതിന്
ഗൈസ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായിരിക്കുന്നു. അങ്ങനെ ഇനി നേരെ വീട്ടിലേക്ക്. അപ്പൊ ഈ വീഡിയോ അവസാനിക്കുകയാണ് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ യു. ഒരു ടാറ്റയൊക്കെ കൊടു. ബൈ.